പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ പ്രശസ്തനായ ബംഗാളി ചലച്ചിത്രകാരനായിട്ടുള്ള ഋതുപർണ ഘോഷിൻ്റെ അന്തർമഹൽ എന്ന സിനിമയെക്കുറിച്ചാണ് സംസാരിച്ചത്. പ്രസ്തുത സിനിമ സ്ത്രീ അനുഭവിക്കുന്ന അന്തസംഘർഷങ്ങളെ വളരെ മനോഹരമായിട്ട് പകർത്തിവെച്ച സിനിമയാണ്. കേവലം സ്ത്രീ അനുഭവിക്കുന്ന അന്തസംഘർഷങ്ങൾ മാത്രമല്ല, ആ കാലത്തെ അധികാരം, വ്യവസ്ഥിതി, ലൈംഗികത, ഈ 3 കാര്യങ്ങൾ വളരെ ഭംഗിയായി പറഞ്ഞു വെച്ച സിനിമയാണ്. സ്വാഭാവികമായിട്ടും അത്തരമൊരു വിഷയം ഏറ്റവും മനോഹരമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഋതുപർണ ഘോഷ്. സ്വന്തം സെക്ഷുവാലിറ്റിയെ, സ്വന്തം ലൈംഗിക വ്യക്തിത്വത്തെ സ്വാതന്ത്ര്യമായിട്ട് പ്രഖ്യാപിച്ചിട്ട് സ്വയം തെരഞ്ഞെടുപ്പിലൂടെ ആണായി ജനിച്ച ഋതു പിന്നീട് പെണ്ണായി ജീവിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ 2 ജെൻഡർ, ആണെന്ന ജെൻഡറും പെണ്ണെന്ന ജെൻഡറും ഈ വ്യവസ്ഥിതിയിൽ അനുഭവിക്കുന്ന സംഘർഷങ്ങളുടെ വ്യത്യസ്തങ്ങളായ മുഖങ്ങൾ വലിയ രീതിയിൽ സംശീകരിക്കാൻ ആ വ്യക്തിത്വത്തിന്, ആ മഹാനായ മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. അപ്പം അതുകൊണ്ട് തന്നെയാണ് അന്തർമഹൽ എന്ന സിനിമ ആ രൂപത്തിൽ വലിയ രീതിയിൽ ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. ഇന്ന് നമ്മൾ ഋതുപർണ ഘോഷിൻ്റെ മറ്റൊരു സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവസാനത്തെ രാജാവ് എന്ന മറ്റൊരു സിനിമ, ഋതുപർണ ഘോഷ് ചെയ്ത മറ്റൊരു സിനിമ. ആ സിനിമ എന്താണ് സംവേദനം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ തൻ്റെ വൈകാരിക പ്രാപഞ്ച മണ്ഡലം അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ, അതാണ് അന്തർമഹലിനെ പ്രതിദാനം ചെയ്യുന്നതെങ്കിൽ, ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് താൻ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ തനിക്ക് ചുറ്റുമുള്ള കലാകാരന്മാർ അനുഭവിക്കുന്ന ആത്മവൈയക്തിക സംഘർഷങ്ങളെക്കുറിച്ച് വളരെ ഭംഗിയായി ആഖ്യാനം ചെയ്യുന്ന ഒരു സിനിമയാണിത്. ആ സിനിമ കണ്ടിട്ട് ആ സിനിമയെക്കുറിച്ച് എഴുതിയ ഒരു ലഘു ആസ്വാദനമാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് ആ സിനിമയുടെ ആസ്വാദനത്തിലേക്ക് വരാം. അരങ്ങിലെ അവസാനത്തെ രാജാവ് ഓർ കിങ് ലിയർ, ഋതുപർണ ഘോഷ്. ശരീരം നടിക്കാനുള്ളതും ജീവിതം അരങ്ങും ആകുമ്പോൾ ജനന മരണങ്ങൾ പോലും എഴുതപ്പെട്ട തിരക്കഥ പോലെ ദൃശ്യവൽക്കരിക്കപ്പെടും. ഒരു നാടക നടന് ജീവിതം തന്നെ ഇംപ്രവൈസേഷൻ സാധ്യമാകുന്ന അരങ്ങാണ്. അയാൾ പിന്നിടുന്ന ഓരോ നിമിഷവും അനുസ്യൂതമായി അയാളിൽ അത് സംഭവിക്കുന്നുണ്ട്. അയാളുടെ സംഭാഷണങ്ങൾ ചടുലവും അതിഭാവുകത്വം നിറഞ്ഞതുമായിരിക്കും. നാടകീയത എന്ന ലഹരി അയാളെ അത്രമാത്രം ഉത്തേജിപ്പിക്കുന്നുണ്ട്. അയാളിലെ വ്യക്തിയും നടനും വേർതിരിവില്ലാത്ത ഏക ശരീരത്തെ, ആത്മാവിനെ പിൻപറ്റി ആടിത്തിമർക്കുകയായിരിക്കും. അയാൾക്ക് ജീവിതം സൂക്ഷ്മദർശിനിയുടെ ഗ്രാഹ്യത നിറഞ്ഞ ഒരു പരീക്ഷണ പ്രതലമാണ്. വൈകാരിക തീഷ്ണതയുടെ ഭാവസമ്പുഷ്ടതയുടെ. ഹരീഷ് ജി വേദിയിൽ നിന്ന് പിണങ്ങി ഇറങ്ങി വന്ന നാടക നടനാണ്. പ്രത്യേകിച്ച് മോഹകഥാപാത്രമായ കിങ് ലിയർ എന്ന സ്വപ്നത്തെ പുൽകാനിരിക്കെ അയാളുടെ ജീവിതം ഷേക്സ്പിയർ ഡ്രാമ പോലെ ദാർശനിക പ്രധാനമാണ്. ഓരോ സംഭാഷണത്തിലും അയാൾ കൊടുക്കുന്ന ഭാവം അയാളെ അരങ്ങിൽ തുടരുന്ന നടനായി അനുനിമിഷം നിലനിർത്തുന്നുണ്ട്. അയാളിലെ ഭാവപൂർണതയെ ഉപയോഗിക്കാൻ, പ്രത്യേകിച്ച് സർക്കസ് തമ്പിലെ മക്ബൂൽ എന്ന കോമാളിയുടെ ജീവിത വേഷത്തിലേക്ക് പരാവർത്തനം ചെയ്യാനാണ് സിനിമാ സംവിധായകനായ സിദ്ധാർത്ഥ് എത്തുന്നത്. അയാൾക്ക് മുഖം മൂടി അണിഞ്ഞവൻ്റെ ആത്മസംഘർഷങ്ങൾ നോക്കിലും വാക്കിലും വേണമായിരുന്നു. ഹരീഷ് ജി അതിന് യോജിച്ച ആളാണ്. അയാൾ മാറിയ കാലത്തും അരങ്ങ് എന്ന ഗൃഹാതുരത്തിൽ ജീവിക്കുന്ന ആളാണ്. കാലോചിതമല്ലാത്ത മുഖം മൂടി എടുത്തണിഞ്ഞ് എലിസബത്തീൻ കാലത്തോട് സംവദിക്കുന്ന ആളാണ്. ഉള്ളിലെ അവസാനത്തെ ഊർജകണവും ആവാഹിച്ച് അരങ്ങിനെ സമ്പുഷ്ടമാക്കുന്ന ആളാണ്. അയാളെ സിനിമയിലെ അഭിനയ തുടർച്ചയില്ലായ്മ എപ്പോഴും അലോസരപ്പെടുത്തുന്നുണ്ട്. കട്ട് എന്ന സംവിധായകന്റെ സംജ്ഞയോട് പുച്ഛം കലർന്ന അവജ്ഞ അയാൾ പുലർത്തുന്നുണ്ട്.
ഒരു നടനിൽ തുടർച്ച മാത്രമേ ഉള്ളൂ എന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അരങ്ങിലും അണിയറയിലും ജീവിക്കാൻ വിധിക്കപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നിലധികം സംവിധായകരാൽ കട്ട് പറയപ്പെടുന്ന നടന ശരീരങ്ങളാണ്. തുടർച്ചകൾ അസാധ്യമായ അഭിനേത്രികൾ, ഹ്രസ്വ നൈമിഷികതകൾക്കുള്ളിൽ ഭാവസാന്ദ്രമാകേണ്ടവർ. തുടർച്ചകൾ ഒരു തമാശ പോലെ അവരുടെ ജീവിതത്തെ നോക്കിച്ചിരിക്കുന്നു. ഹരീഷ് തന്നിൽ വളർച്ച പേറിയ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്കായി അപകടം നിറഞ്ഞ ക്ലൈമാക്സ് റോൾ പോലും സംവിധായകനോട് ഇരന്നു വാങ്ങുകയാണ്. അത് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഡ്യൂപ്പ് നടന്റെ അഭിനയ തുടർച്ചയിൽ അയാൾ സംശയാലുവാണ്. അരങ്ങിൽ ഒരാൾ ജീവിച്ച ജീവിതം പങ്കുവയ്ക്കാൻ കഴിയില്ല, അത് അയാളിൽ തന്നെ ഒടുങ്ങേണ്ടതാണ്. ഹരീഷ് എന്ന നടന്റെ വീഴ്ച അഭ്രപാളികളിലേക്ക് മക്ബൂൽ എന്ന കോമാളി ജീവിതത്തെ അസംഗീതമായി എഴുതി വയ്ക്കുന്നുണ്ട്. കാരണം കട്ട് എന്നത് സംവിധായകന്റെ ഭാഷയാണ്, തുടർച്ച എന്നത് ഒരു നടന്റെ ഭാഷയാണ്. സിനിമയിൽ ഋതു, അമിതാഭ് ബച്ചൻ, പ്രീതി സിൻഡ, മറ്റു നടീനടന്മാർ എല്ലാവരുടെയും പ്രകടനം ശ്രദ്ധേയമായിരുന്നു. ജീവിതത്തിന്റെ സ്ത്രൈണഭാവത്തെ ആവിഷ്കരിക്കാനുള്ള ഋതുവിന്റെ മികവ് മിഴിവുറ്റ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ ഈ സിനിമയും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതാണ് ആ സിനിമ കണ്ടിട്ട് തോന്നിയ ചിന്തകൾ ലിഖിത രൂപത്തിൽ എഴുതി വെച്ചത്. അപ്പം പ്രത്യേകിച്ച് ഒരു സ്റ്റേജ് കലാകാരൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഭാവപൂർണമാകുന്ന ഒരു കഥാപാത്രം അതല്ല, നേരെ മറിച്ച് സിനിമയുടെ സ്പേസിൽ ഉണ്ടാകുന്നത്. സിനിമ എന്നുള്ളത് കണ്ടിന്യൂറ്റി ഇല്ലാത്ത അഭിനയങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് രൂപപ്പെടുത്തുന്ന ഒരു സങ്കേതമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഹരീഷ് എന്ന നാടക നടൻ സിനിമയിലെത്തുന്ന സമയത്ത് അയാൾക്ക് ആ ഡിസ്കണ്ടിന്യൂറ്റി അയാളെ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. കാരണം അയാൾ ആ കഥാപാത്രത്തിൻ്റെ ഭാവസമ്പൂർണതയിലേക്ക് പൂർണ്ണമായും ലയിച്ചു ചേരുന്ന ഒരാളാണ്. അപ്പം എന്നിട്ട് പോലും അയാളിൽ തുടരുന്ന ആ ഭാവസമ്പൂർണത അല്ലെങ്കിൽ ആ സമ്പൂർണതയിലേക്കുള്ള ആ നടൻ്റെ യാത്ര അവസാനം അയാളുടെ ജീവിതത്തിനെ അപകടപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറുന്ന സമയത്താണ് ഈ സിനിമ അവസാനിക്കുന്നത്. അതായത് സംവിധായകന്റെ ഭാഷയാണ് കട്ട്, നടന്റെ ഭാഷ എപ്പോഴും എന്താണ്, അനിശ്ചിതി എന്നതാണ്. ഋതുവർണ്ണ ഘോഷം മനോഹരമായി പറഞ്ഞ ഒരു സിനിമയാണ്. എല്ലാവരും ആ സിനിമ കാണുക, എന്നിട്ട് ആ സിനിമയുടെ ആസ്വാദനം അല്ലെ സിനിമ എന്ന ആ അനുഭവത്തെ മറ്റുള്ളവരുമായി പങ്കുവെക്കുക. നന്ദി, നമസ്കാരം.